ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 23-ാം അധ്യായം. ശ്രീ ശുക ഉവാച. അത തസ്മാത് പരതസ്ത്രയോദശലക്ഷയോജനാന്തരതോ എത്തദ് വിഷ്ണോഃ പരമം പദമഭിവദന്തി യത്രഹ മഹാഭാഗവതോ ധ്രുവ ഔത്താനപാതിരഗ്നിനേന്ദ്രേണ പ്രജാപതിന കശ്യപേന ധർമ്മേണ ച സമകാലയുഗ്ഭിഃ സ ബഹുമാനം ദക്ഷിണതഃ ക്രിയമാണ ഇദാനീമപി കൽപ്പജീവിനാമാജീവ്യ ഉപാസ്തേ തസ്യേഹാനുഭാവ ഉപവർണിതഃ. ശ്രീ ശുകമുനി അരുൾ ചെയ്തു. ഋഷികളുടെ സ്ഥാനത്തിൽ നിന്നും മീതെ 13 ലക്ഷം യോജന ദൂരത്താണ് ശ്രീ വിഷ്ണുവിൻ്റെ പരമപദമായിരിക്കുന്ന ധ്രുവസ്ഥാനമെന്ന് പറയുന്നത്. അവിടെ മഹാഭഗവത് ഭക്തനും ഉത്താനപാദ പുത്രനുമായ ധ്രുവൻ വസിക്കുന്നു. അഗ്നി, ഇന്ദ്രൻ, പ്രജാപതിയായ കശ്യപൻ, ധർമ്മദേവൻ മുതലായ നക്ഷത്രദേവതകൾ ബഹുമാനപൂർവം ധ്രുവനെ വലത്തുഭാഗത്ത് നിർത്തിയിരിക്കുന്നു. ഇപ്പോഴും കൽപ്പകാലം വരെ ജീവിച്ചിരിക്കുന്നവർക്ക് സേവ്യനായിരിക്കുന്ന ധ്രുവൻ്റെ ഇഹലോകത്തിലുണ്ടായിരുന്ന മാഹാത്മ്യത്തെ 4-ാം സ്കന്ധത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. സഹി സർവേഷാം ജ്യോതിർഗണാനാം ഗ്രഹനക്ഷത്രാദി നാമനിമേഷാണാവ്യക്തരംഹസ ഭഗവത കാലേന ഭ്രാമ്യമാണാനാം സ്ഥാണുരിവാവഷ്ടംബ ഈശ്വരേണ വിഹിതഃ ശശ്വതവഭാസതേ. നിശ്ചയിപ്പാൻ കഴിയാത്ത വേഗത്തോടുകൂടിയ കാലസ്വരൂപനായ ഈശ്വരനാൽ ചലിപ്പിക്കപ്പെടുന്ന ഗ്രഹനക്ഷത്രാദികളായ സർവ്വജ്യോതിർഗണങ്ങൾക്കും സ്ഥാണു എന്ന പോലെ അവലംബമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവൻ എപ്പോഴും പ്രകാശിക്കുന്നു. യഥാ മേടീസ്തംഭ ആക്രമണപശവഃ സംയോജിതാഃ ത്രിഭിസ്ത്രിഭിഃ സവനൈർ യഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം ഭഗണാഗ്രഹാദയ ഏതസ്മിൻ അന്തർബഹിർയോഗേന കാലചക്ര ആയോജിത ധ്രുവം ഏവാവലംബ്യ വായിനോ ധീര്യമാണ ആകൽപാന്തം പരിചംക്രമന്തി. കൃഷിക്കാരൻ കളമുറ്റത്തിൻ്റെ നടുവിൽ ബലമായ ഒരു കുറ്റി ഉറപ്പിച്ചിട്ട് കുറേ കാളകളെ അതിൽ ബന്ധിക്കും. വൈക്കോൽ പരത്തിയിട്ട് അതിലുള്ള ധാന്യങ്ങളെ അതിൽ നിന്നും വേർതിരിക്കുവാൻ വേണ്ടി ഈ കാളകളെ ബന്ധിച്ചിരിക്കുന്ന കുറ്റിക്ക് 4 ഭാഗത്തും സഞ്ചരിപ്പിക്കും. പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം ഈ സമയങ്ങളിൽ കാളകളെ മാറ്റി മാറ്റി കെട്ടും. ഒരു സംഘം ക്ഷീണിക്കുമ്പോൾ മറ്റൊരു സംഘത്തെ ഏർപ്പെടുത്തും. ഇതുപോലെ നക്ഷത്രഗണങ്ങളും ഗ്രഹങ്ങളും ധ്രുവൻ്റെ മേൽഭാഗത്തും കീഴ്ഭാഗത്തും കാലചക്രത്തിൽ യോഗത്താൽ ഈശ്വരൻ്റെ പ്രഭാവത്താൽ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നവ ധ്രുവനെ ആശ്രയമായി സ്വീകരിച്ചിട്ട് വായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് കൽപ്പകാലം വരെ പ്രദക്ഷിണം ചെയ്യുന്നു. നമസി യഥാ മേഘാഃ ശ്യേനാദയോ വായുവശാഃ കർമ്മസാരഥേഃ പരിവർത്തന്തെ ഏവം ജ്യോതിർഗണാഃ പ്രകൃതിപുരുഷ സംയോഗാനുഗൃഹീതാഃ കർമ്മനിർമ്മിതഗതയോ ഭുവിന പതന്തി. ആകാശത്തിൽ മേഘങ്ങളും പരുന്ത് മുതലായ പക്ഷികളും വായുവിനും സ്വകർമ്മത്തിനും അധീനങ്ങളായിട്ട് ചുറ്റി സഞ്ചരിക്കുന്നത് പോലെ ജ്യോതിർഗണങ്ങളും പ്രകൃതിപുരുഷ സംയോഗത്താൽ അനുഗ്രഹിക്കപ്പെട്ടവയും കർമ്മത്താൽ നിർമ്മിക്കപ്പെട്ട ഗതികളോട് കൂടിയവയുമായിട്ട് ഭൂമിയിൽ പതിക്കാതെ സഞ്ചരിക്കുന്നു. കേചനൈ തജ്ജ്യോതിരനീകം ശിശുമാര സംസ്ഥാനേന ഭഗവതോ വാസുദേവസ്യ യോഗധാരണയാം അനുവർണയന്തി. ഈ ജ്യോതിശ്ചക്രം ശിശുമാരാകൃതിയെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ വാസുദേവൻ്റെ യോഗധാരണയിൽ നിലനിൽക്കുന്നുവെന്ന് വേറെ ചിലർ വർണ്ണിക്കുന്നു. സർവദാ ഭഗവാന്റെ ആശ്രയത്തിൽ നിൽക്കുന്ന ജ്യോതിശ്ചക്രത്തിന് പതനശങ്കയില്ലെന്ന് സിദ്ധാന്തം. യസ്യ പുച്ഛാഗ്രേ വാക്ശിരസഃ കുണ്ഡലീഭൂതദേഹസ്യ ധ്രുവ ഉപകൽപ്പിതസ്തസ്യ ലാംഗുലേ പ്രജാപതിർ അഗ്നിരിന്ദ്രോ ധർമ്മ ഇതി പൃച്ഛമൂലേ ദാതാ വിദാതാ ച കട്യാം സപ്തർഷയഃ തസ്യ ദക്ഷിണാവർത്തകുണ്ഡലീഭൂതശരീരസ്യ യാനി ഉദഗയനാനി ദക്ഷിണപാർശ്വേതു നക്ഷത്രാണി ഉപകൽപ്പയന്തി. ദക്ഷിണായനാനീതു സവ്യേ യഥാ ശിശുമാരസ്യ കുണ്ഡലഭോഗസന്നിവേശ്യ പാർശ്വയോരുഭയോരപ്യവയവാഃ സമസംഖ്യാ ഭവന്തി. പൃഷ്ഠേ ത്വജവീതി ആകാശഗംഗാ ചോദരതഃ പുനർവസുപുഷ്യോ ദക്ഷിണവാമയോഃ ശ്രോണ്യോരാദ്രാശ്ലേഷേ ച ദക്ഷിണവാമയോഃ പശ്ചിമയോഃ പാദയോർ അഭിജിതുത്തരാഷാഢേ ദക്ഷിണവാമയോർ നാസികായോർ യഥാസഖ്യം ശ്രവണ
പൂർവാഷാഢേ ദക്ഷിണവാമയോർലോചനയോർധനിഷ്ഠ മൂലം ച ദക്ഷിണവാമയോः കർണയോः മഗാദീന്യഷ്ടനക്ഷത്രാണി ദക്ഷിണായനാനി വാമപാർശ്വവംക്രീഷു യുഞ്ജീത തഥൈവ മൃഗശീർഷാദീന്യുദയനാനി ദക്ഷിണപാർശ്വവംക്രിഷു പ്രാതിലോമ്യേന പ്രയുഞ്ജീത ശതഭിഷാജ്യേഷ്ഠേ സ്കന്ധയോർദക്ഷിണവാമയോർന്യസേത്. ജ്യോതിഷ്ഠാധിഷ്ഠാന ദേവതയായ ശ്രീ വാസുദേവൻ്റെ ശിശുമാര സ്വരൂപത്തെയും അതിൻ്റെ അവയവഭൂതങ്ങളായ ജ്യോതിർഗണങ്ങളെയും വിവരിക്കുന്നു. പാമ്പ് വലയമിട്ട് കിടക്കുന്നതുപോലെ കുണ്ടലാകാരമാക്കിയിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന ശിശുമാരൻ്റെ പുച്ഛാഗ്രത്തിൽ ധ്രുവമണ്ഡലം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്വരൂപത്തിൻ്റെ ലാങ്കൂലത്തിൽ പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ ഈ ദേവന്മാർ വസിക്കുന്നു. പുച്ഛത്തിൻ്റെ മൂലത്തിൽ ദാതാവ്, വിധാതാവ് എന്ന ദേവന്മാരും കടിപ്രദേശത്തിൽ സപ്തർഷികളും വസിക്കുന്നു. വലം ചുഴിയായിട്ട് വലയമിട്ട് കിടക്കുന്ന ശിശുമാരൻ്റെ വലത്തുഭാഗത്തിൽ ഉത്തരായണ നക്ഷത്രങ്ങളെയും ഇടത്തുഭാഗത്ത് ദക്ഷിണായന നക്ഷത്രങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുണ്ടലാവയവങ്ങളോട് കൂടിയിരിക്കുന്ന ശിശുമാരൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള അവയവങ്ങൾ നക്ഷത്രങ്ങൾ തുല്യങ്ങളാകുന്നു. പൃഷ്ഠഭാഗത്തിൽ അജവീതി, വലത്തുഭാഗത്തിൻ്റെ പ്രഥമ വിഭാഗം, ഉദരത്തിൽ ആകാശഗംഗയും വലത്തും ഇടത്തും ഭാഗത്തുള്ള നക്ഷത്രങ്ങളെ വിഭജിച്ചു കാണിക്കുന്നു. വലത്തുഭാഗത്തെ ശ്രോണിയിൽ പുനർവസു, ഇടത്തുഭാഗത്തെ ശ്രോണിയിൽ പുഷ്യം, പൂയം, തിരുവാതിരയും ആയില്യവും വലത്തും ഇടത്തും പാദങ്ങളിൽ, അഭിജിത്തും ഉത്രട്ടാതിയും വലത്തും ഇടത്തും നാസികകളിൽ, തിരുവോണവും പൂരോരുട്ടാതിയും വലത്തും ഇടത്തും നേത്രസ്ഥാനങ്ങളിൽ, അവിട്ടവും മൂലവും വലത്തും ഇടത്തും കർണങ്ങളിൽ, മകം മുതൽക്കുള്ള 8 നക്ഷത്രങ്ങൾ ദക്ഷിണായനത്തിലുള്ളവ ഇടത്തുഭാഗത്തുള്ള വരിപ്പള്ളയിലുള്ള എല്ലുകളിൽ, മകീരം മുതൽക്കുള്ള 8 നക്ഷത്രങ്ങൾ ഉത്തരായണത്തിലുള്ളവ ദക്ഷിണ പാർശ്വാസ്ഥികളിൽ, ചതയവും തൃക്കേട്ടയും വലത്തും ഇടത്തും സ്കന്ധങ്ങളിൽ വിന്യസിക്കണം. ഉത്തരാഹനാവകസ്ഥിരധരാഹനോ യമോ മുഖേഷു ചാങ്കാരകഃ ശനൈശ്ചര്യ ഉപസ്ഥേ ബൃഹസ്പതിഃ കകുതി വക്ഷ്യസ്യാദിത്യോ ഹൃദയേ നാരായണോ മനസി ചന്ദ്രോ നാഭ്യാമുശന സ്തനയോരശ്വിനൗ ബുധഃ പ്രാണാപാനയോ രാഹുർഗളേ കേതവഃ സർവാംഗേഷു രോമസു സർവേ താരാഗണാഃ. മുകളിലെ ഹനുവിൽ കവിൾത്തടത്തിൻ്റെ മേൽഭാഗം നക്ഷത്ര സ്വരൂപനായ അഗസ്ത്യനും താഴത്തെ ഹനുവിൽ യമനും മുഖങ്ങളിൽ ചൊവ്വയും ഉപസ്ഥത്തിൽ ശനിയും പിൻഭാഗത്ത് പിരടിയിൽ ബൃഹസ്പതിയും മാറിടത്തിൽ ആദിത്യനും ഹൃദയത്തിൽ ശ്രീനാരായണനും മനസ്സിൽ ചന്ദ്രനും നാഭിയിൽ ശുക്രനും സ്തനങ്ങളിൽ അശ്വികളും പ്രാണാപാനവായുക്കളിൽ ബുധനും ഗളത്തിൽ രാഹുവും സർവാംഗങ്ങളിലും കേതുവിനെ സൂചിപ്പിക്കുന്ന നക്ഷത്രങ്ങളും രോമങ്ങളിൽ സർവ്വനക്ഷത്രഗണങ്ങളും വസിക്കുന്നു. ഏതദു ഹൈവ ഭഗവതോ വിഷ്ണോഹോ സർവദേവതാമയം രൂപമഹരഃ സന്ധ്യായാം പ്രയതോ വാഗ്യതോ നിരീക്ഷമാണ ഉപദിഷ്ടേത നമോ ജ്യോതിർലോകായ കാലായനായാം നിമിഷാംപതയെ മഹാപുരുഷായാഭിധീമഹീതി. ഭഗവാനായ ശ്രീ വിഷ്ണുവിൻ്റെ സർവ്വദേവതാമയമായ ഈ ശിശുമാര സ്വരൂപത്തെ പ്രതിദിവസം സന്ധ്യയിൽ മനസ്സിനെയും വാക്കിനെയും അടക്കിയും ജ്യോതിർലോകത്തെ നോക്കിയും ജ്യോതിസ്സുകൾക്ക് ആശ്രയഭൂതനും കാലസ്വരൂപനും സൂര്യാദി ഗ്രഹങ്ങളുടെ പതിയുമായിരിക്കുന്ന പുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന മന്ത്രത്തെ ജപിച്ചും കൊണ്ട് ഉപാസിക്കണം. ഗ്രഹക്ഷതാരാമയമാദിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യതഃ സ്മരതോ വാ ത്രികാലം നശ്യേത തത്കാലജമാശു പാപം. ഗ്രഹനക്ഷത്രാദി സ്വരൂപത്തിൽ പ്രകാശിക്കുന്നതും മന്ത്രജപാദികളാൽ സേവിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നതുമായ ഭഗവാന്റെ ഈ ശിശുമാര സ്വരൂപത്തെ ത്രിസന്ധ്യകളിലും നമസ്കരിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവരുടെ തത്കാലത്തിലുള്ള പാപം ഉടനെ നശിക്കും. 23-ാം അധ്യായം സമാപിച്ചു. 24-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.